അല്ല, ഇതിപ്പോൾ നാളെ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറും. അപ്പോൾ കോഴി വളം വരില്ലേ, നാളെ മൊത്തം കൂട് കഴുകും. നാച്ചുറലായതിന് പശുക്കൾ നന്നായി കഴിക്കുന്നുണ്ട്, ആർത്തിയോടെ കഴിക്കുന്നുണ്ട് പശുക്കൾ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഇജാസ് എന്നാണ്. സ്ഥലം കുറുമാത്തൂരാണ് എൻ്റെ സ്ഥലം വരുന്നത്. നമ്മുടെ ഫാമിൻ്റെ സ്ഥലം വരുന്നത് എന്താ പറയുക, മയിൽ കുറ്റാട്ടൂർ എന്ന സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിൽ കുറ്റാട്ടൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഫാം വരുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആട്, കോഴി, പശു എന്നിവയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ ഈ ഫാമിങ്ങിനോടൊരു താല്പര്യം വരാനുള്ളൊരു കാര്യം എന്താ? ചെറുപ്പം തൊട്ടേ എനിക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ടെറസിന് മുകളിൽ പച്ചക്കറി കൃഷികളും പിന്നെ വീട്ടിൽ തന്നെ ആട്, കോഴി, പ്രാവ്, മുയൽ എല്ലാ രീതിയിലെ കൃഷികളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ വീട്ടിലെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. പിന്നെ അതിനുശേഷം ഗൾഫിലേക്ക് പോയി. വീണ്ടും ഇതിനോടുള്ള ഭ്രമം കാരണം തിരിച്ചു വന്നു, ഫാമിലേക്ക് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ആടുകൾ ഏതൊക്കെയാണ് വളർത്തുന്നത്? ഇവിടെ ഇപ്പോൾ ഉള്ളത് മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളാണുള്ളത്. ക്രോസ് ബ്രീഡും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പം കൃഷിയിലേക്ക് പൂർണ്ണമായും കൃഷിയിലേക്ക് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. 29 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഗൾഫ് ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടോ? അതുണ്ട്. ഇപ്പോൾ തീർച്ചയായും നമ്മൾ ഇതിന് പൂർണ്ണമായി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി വിജയം കരുതാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ ആട്ടുംകൂടി ഇപ്പം ഹൈടെക് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്ലോർ മാറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇത് ഏതാണ്ട് 150 മേലെ ആടുകൾ നമുക്ക് ഓൾറെഡി വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്യൂർ ബ്രീഡിലേക്ക് തിരിഞ്ഞത് കൊണ്ട് എനിക്കൊന്ന് ഗൾഫിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആട് ഫാമൊക്കെ ചെയ്ത് വിജയിച്ചതാണ് അല്ലേ? അതെ. എന്നിട്ടാണ് ഗൾഫിലേക്ക് പോയത്. വീട്ടുകാരെ സമ്മർദ്ദം കാരണം ഇതുകൊണ്ട് വരുമാനം കിട്ടില്ലല്ലോ, എന്താണ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഓക്കെ, അന്നേരം മുതൽ ഒരു ഫാഷൻ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ തിരിച്ച് വന്നിട്ട് ഗൾഫ് ജീവിതം അല്ല, ഫാമിംഗ് ആണ് വിജയം എന്ന് വീട്ടുകാരെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകല്ലേ? അതെ. അതിനെ പറ്റിയ ഒരാളെ എനിക്ക് ഇവിടെ കിട്ടി. എൻ്റെ ഫാമിൻ്റെ സ്ഥലത്തിൻ്റെ ഓണർ തഫ്സീർ എന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടെ ഞാൻ അതായത് കോഴി ഫാമിലേക്ക് വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. അങ്ങനെ പൂർണ്ണമായി അയാൾ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫാം മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4 സെക്ഷൻ കൂടാനുള്ളത്. അതിൽ 4 കോഴികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആഴ്ച ബേസിലാണ് കോഴി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ നമ്മൾ ഇടുന്നത് 2000 കോഴി തന്നെയാണ്. അത് താഴെ 2000, അങ്ങനെ മൊത്തം 6000 കോഴിൻ്റെ ഷെഡാണ് ഇവിടെ ഉള്ളത്. 2000 വെച്ച് പല പ്രായത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കോഴിക്ക് വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, കൂടുതൽ ഒരുമിച്ച് ചെയ്യും. അതായത് കുഞ്ഞിക്കോഴിക്ക് വില കുറയുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക. ആ സമയത്ത് കോഴികൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ലാഭം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ 4 സെഷൻ കൂടുകൾ പണിഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് പശു ഫാമാണ്. വലിയൊരു ഫ്ലോട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. വലിയൊരു ഫ്ലോട്ടാണ്. മൊത്തം ഇത് 8 ഏക്കർ സ്ഥലമാണുള്ളത്. അവിടെയാണ് ഈ ഫാം ഹൗസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം 4000 കോഴിൻ്റെ ബാച്ചാണ്. 2 കൂട്ടിലേക്കുള്ള 6 ആണ് ഇതിൽ കിടക്കുന്നത്. ഇപ്പം പ്രായം എന്താ പറയുക 14 ദിവസം പ്രായമായ കോഴികളാണ് ഇതിലുള്ളത്. 14 ദിവസം അല്ലേ? 14 ദിവസം. ഏകദേശം 4000 കൂടുതലിട്ടുണ്ട്. 4000 കൂടുതലുണ്ട്. 2 ഫാമിലേക്കുള്ള കോഴികളാണ്. എത്ര നാളാകുമ്പോഴാണ് ഇതിൻ്റെ? 40 ദിവസം ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ചുകൊടുക്കുക. എങ്ങനെ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിംഗ്? നമ്മൾ നേരെ എന്താ ചെയ്യുക, ഏജൻറ്റ് വഴിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പണം തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജൻറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സമ്മിശ്ര ഫാമിങ്ങിൽ നിന്നും ലാഭം ഉണ്ടാക്കാമെന്നുള്ളത് ഐഡിയ എവിടെ നിന്നാണ് ലഭിച്ചത്? അത് സ്വന്തം ഐഡിയയിൽ നിന്നാണ്. കാരണം ചെറുപ്പം തൊട്ടേ ഇതിൽ താല്പര്യമുള്ളതുകൊണ്ട് വീട്ടിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ എന്താ പറയുക പച്ചക്കറികളും, താഴെ ആട്, പശു, എന്താ പറയുക പച്ചക്കറികൾ, പിന്നെ കപ്പ, ചേന, ചേമ്പ് എല്ലാം ചെയ്ത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തത് എന്താ പറയുക വിജയിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയത്. നല്ല സന്തോഷം ലഭിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ അതായത് ഇതിൽ നിന്ന് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളാണ് ഇതിൻ്റെ മുതലാളിയും അതുപോലെ തൊഴിലാളിയും നമ്മളാകുമ്പോൾ തന്നെ എന്താ ചെയ്യും, ഇതിൽ മറ്റുള്ള ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വലിയ കമ്പനികളിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ആശ്രയിച്ച് ജീവിക്കണം. ഇതിൻ്റെ മുതലാളി നമ്മളാകുമ്പോൾ പണിക്കാർ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എന്താ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് നമ്മളായതുകൊണ്ട് ടെൻഷനില്ല. വേണമെങ്കിൽ പണിയെടുക്കാം, ഇവർ തിരിച്ചൊന്നും പറയില്ലല്ലോ. നമ്മൾ അവർ സ്നേഹിച്ചാൽ അവർ സ്നേഹം തരും. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇതിൽ മനസ്സിലായത്. ഇപ്പോൾ ഒരു ബാച്ച് സെക്ഷൻ എന്താ പറയുക കോഴി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫുൾ ഹൈടെക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിപ്പിൾ സിസ്റ്റമാണ് വെള്ളമുള്ളത്, ഫാന്, കാര്യങ്ങൾ, സൈഡ് മറ എല്ലാം ഉണ്ട്. ഇതിലെ കോഴി ഓൾറെഡി തീർന്നു. ഇതിലെ കോഴി മിനിഞ്ഞാന്ന് പിടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം താഴെയാണ് കോഴി ഉള്ളത് വരാനുള്ളത്. ഈ ഒരു മെഷീനോ? ഈ മെഷീൻ നമ്മൾ സൈലേജ് പാക്കിംഗ് മെഷീനാണ്. സൈലേജ് ഒക്കെ അടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ പുല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുൽകൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഫാം എന്താ പറയുക നമ്മൾ ഈ ചിലവ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത്. ഇത് തികച്ചും നാച്ചുറൽ ആയതിന് പശുക്കൾ നന്നായി കഴിക്കുന്നുണ്ട്, ആർത്തിയോടെ കഴിക്കുന്നുണ്ട് പശുക്കൾ.
നക്കി തുടക്കില്ല, അത്രയ്ക്കൊരു ടേസ്റ്റോട് കൂടിയും കഴിക്കും അല്ലേ? നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര നാൾ കൊണ്ട് എടുക്കുന്നുണ്ട് ഈ ഫീഡ്? നമ്മളിപ്പോൾ 1 മാസമായി ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ട്. നല്ല റിസൾട്ട് ഉണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള പ്ലാനിങ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ആടായി, പശുവായി, കോഴിയായി, പിന്നെ പുൽകൃഷിയൊക്കെ ആയി, അപ്പോൾ ഇനി ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്തോ? ഫ്യൂച്ചർ പ്ലാനിങ് വെച്ചാൽ നമ്മൾ തന്നെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ള കണ്ടീഷനാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കാനുള്ള കണ്ടീഷനാണ്. അതിനാണ് സൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെഷീനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ തീറ്റ പുൽകൃഷി തുടങ്ങി. ഇപ്പോൾ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് സൈലേജ് മാത്രമാണ് ഇപ്പോൾ പശുക്കൾ കഴിക്കുന്നത്. വേറൊരു ഫുഡും നമ്മൾ പശുക്കൾക്ക് കൊടുക്കാതെ. പിന്നെ ഇപ്പോൾ ഈ അന്നപൂർണ്ണയുടെ അന്നപൂർണ്ണ ഫീഡാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത്. പശുക്കളെല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെ ഉണ്ട്. അതെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ എടുക്കുന്നത് അന്നപൂർണ്ണയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയിലെ വേശാല എന്ന സ്ഥലത്തു നിന്നാണ്, നമ്മുടെ മഹേഷേട്ടൻ്റെ ഫാമിൽ നിന്നാണ് ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ മേന്മയൊക്കെ എന്തൊക്കെയാണ്? ആ ഫുഡിന് മേന്മ വെച്ചാൽ പാൽപാദനം കൂടുതലുണ്ട്, അതുപോലെ പാലിൽ കൊഴുപ്പിൻ്റെ അളവും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അതിലേക്ക് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, പാഷനോട് കൂടി എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ കൃഷി എന്താ പറയുക, പണിക്കാരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പണിക്കാരനും എന്താ പറയുക അതുപോലെ മുതലാളിയായി മാറിയിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുക, എന്താ പറയുക, കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ മാനസികമായും ആരോഗ്യമുള്ള എന്താ പറയുക ജനവിഭാഗത്തെ വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനോടൊരു ഫാഷൻ വേണം ആദ്യം. അല്ലാതെ നമ്മൾ ജോലിക്കാരെയൊക്കെ വെച്ച് അതൊന്നും വിജയിക്കണമെന്നില്ല. ഇല്ല, ജോലിക്കാരെ വെച്ച് വിജയിക്കണം. കാരണം ഞാൻ ഇവിടെ ഫാമിൽ ആദ്യം കോഴി ഫാമിൽ ജോലിക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്തു, കാരണം ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്നാണ് ഞാൻ പണിക്കാരെ വെക്കുന്നത്. എന്നിട്ട് റിസൾട്ട് കാണാത്തതുകൊണ്ട് ഞാൻ അവരെ ഒഴിവാക്കി. ഇപ്പം ഞാൻ തന്നെയാണ് പൂർണ്ണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര ജോലിക്കാരുണ്ട് ഇവിടെ? ഇപ്പോൾ ഇവിടെ നിലവിൽ 4 ജോലിക്കാരുണ്ട്. അത് പശു ഫാം നോക്കാനും പിന്നെ തീരെ പുൽകൃഷി, അതുപോലെ എന്താ പറയുക പറമ്പ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഉള്ളത്. എന്തായാലും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇതിന് മെയിൻ ഉദാഹരണം നമ്മളെ മുതലാളിയുണ്ട്, തഫ്സീർ എന്ന് പറയുന്ന വ്യക്തി. അവരുടെ ഈ ഫാം ഉള്ളത്. തംസീർക്കയുടെ നല്ല സപ്പോർട്ട്, പൂർണ്ണ സപ്പോർട്ട്. അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഫാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഫാം അദ്ദേഹം കൂടിയാണുണ്ട്. അദ്ദേഹം ഇതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആണ്. മൂപ്പരാണ് പശുവിന്റെ മെയിൻ നോട്ടം ചെയ്യുന്ന മൂപ്പരാണ്. ബാക്കി മേൽനോട്ടം മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ. കാര്യം നമുക്ക് നല്ല ആഗ്രഹവും പിന്നെ ഒരു ബാക്ക് സപ്പോർട്ടും കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ല രീതിയിൽ നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മുടെ ഫാമിന്റെ പേര് ഹാദിയ അഗ്രോ ഫാം എന്നാണ്. ഇവിടുത്തെ ഫാമിൽ 2 വണ്ടിയുണ്ട്. പാല് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ കന്നുകാലികളെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കായാലും അതുപോലെ സാധനം പർച്ചേസ് ചെയ്യാനും പോകാൻ വേണ്ടിയിട്ടുള്ള വാഹനമുണ്ട് നമ്മുടെ കൂടെ. ഇജാസിൻ്റെ ഫാമിലാണ്. വളരെ സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇത്ര ചെറുപ്പത്തിലെ തന്നെ വളരെ മനോഹരമായിട്ട് കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ ചെറുപ്പക്കാരൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തിയത്. വളരെ മനോഹരമായിട്ട് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ യുവാക്കൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു കർഷകനാണ് ഇദ്ദേഹം. അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മനസ്സ് കാണിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.